ഹേ ഗൈസ്, അപ്പൊ റീസെന്റ് ഞങ്ങൾ മിൻഷനിലേക്ക് ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബോട്ട് റൈഡിന് എത്രയാണ്, കേബിൾ കാറിന് എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, ഞങ്ങൾ ഇതൊരു അഫോർഡബിൾ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തതാണെങ്കിലും പിന്നീട് അതൊരു എക്സ്പെൻസീവ് ട്രിപ്പായിട്ട് മാറിയിട്ടോ. ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് ഏകദേശം മിൻഷനിലേക്ക് ഒരു 10 മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പകുതിയിൽ തൊട്ട് ഞങ്ങൾ IC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ICക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവായത് 30 യൂറോയാണ്. നിങ്ങൾ 2 വീക്ക് മുമ്പൊക്കെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറവിന് കിട്ടും. മിൻഷനിൽ നിന്ന് ഒരു ട്രെയിൻ എടുത്താൽ ഐപ്സൈഡ് ഒരു നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ കാർമിഷ് പാർട്ടൻ കിർഷനിലാണ് നമ്മൾ എത്തുന്നത്. ഇത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഐപ്സയിലേക്ക് ഉള്ളത്. ഒന്നാമത്തത് അവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് സർവീസ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡ് 12 യൂറോയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്ത് പോകാനും പറ്റും. ഇനി ഞങ്ങൾ അവിടെ നേരെ എത്തിയിട്ട് നേരെ പോയത് ബോട്ട് റൈഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങൾക്ക് ചെലവായത് 3 പേർക്ക് 1 അവർ 18 യൂറോയാണ്. പിന്നെ നിങ്ങൾക്ക് ലേക്കിൽ ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഡ്രസ്സ് കരുതിയാൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും. പിന്നെ മസ്റ്റ് ട്രൈ ആയിട്ട് അടുത്ത സംഭവമാണ് കേബിൾ കാർ. കുറച്ചധികം എക്സ്പെൻസീവ് ആണല്ല, എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ്. മസ്റ്റ് ട്രൈ എന്ന് പറയാൻ വേറൊരു കാരണമുണ്ട്. ഈ കേബിൾ കാർ നമ്മളെ കൊണ്ടുപോകുന്നത് ആൽപ്സിന്റെ ടോപ്പിലോട്ടാണ്. അതുമാത്രല്ല, നമുക്ക് അവിടെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾ പോയ കേബിൾ കാറിൽ തന്നെ തിരിച്ചു വരണമെന്നില്ല. തിരിച്ചു വരുന്ന ഏത് കേബിൾ കാറിൽ വേണമെങ്കിലും തിരിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. ഐപ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മിൻഷനിൽ തന്നെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫുഡും കഴിക്കാം. ഞങ്ങൾ കേബിൾ കാറിൽ കയറിയതുകൊണ്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് എക്സ്പെൻസീവ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളുടെ ട്രിപ്പ് അത്രയൊന്നും എക്സ്പെൻസീവ് അല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ IC ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി കയറി ഇറങ്ങിയാണ് വന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.